ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്റീരിയർ മേഖലയെ കുറിച്ചിട്ടാണ്. നമുക്ക് കേരളത്തിലല്ല, നമുക്ക് ഔട്ട്സൈഡ് ഗൾഫ് കൺട്രീസിൽ നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ ഗ്രോവിംഗ് ആയിട്ടുള്ള ഒരു സെക്ടറാണ് ഇന്റീരിയർ എന്ന് പറയുന്നത്. അപ്പൊ ഇന്റീരിയർ ഡിസൈൻ കോഴ്സുകൾ നമ്മൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ അതല്ല, ഇന്റീരിയർ ഡിസൈൻ ഉൾപ്പെടെയുള്ള ഇന്റീരിയർ വർക്കുകൾ ചെയ്യാനും ഇന്റീരിയറിന്റെ മോഡേൺ മെഷീൻ ഉൾപ്പെടെയുള്ള ട്രെയിനിങ് ആണ് MTTC ഇന്റർനാഷണൽ LLC എന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ സിറ്റീസിലെ ക്യാറ്റ് സെന്ററുകളും അല്ലെങ്കിൽ അങ്ങനെ പഠിപ്പിക്കുന്ന സെന്റർ ഉണ്ട്. അപ്പൊ അതിന് വ്യത്യസ്തമായിട്ട് ഇതിന്റെ അകത്ത് എന്തൊക്കെയാ വരുന്നത്? നമ്മൾ ഇതിന്റെ അകത്ത് മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എല്ലാവർക്കും നമ്മൾ ഇന്റീരിയർ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് മെയിൻ ആയിട്ട് സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ അതിന്റെ മോഡലിംഗ്, ഒരു ഇമേജ് ആക്കുക അല്ലെങ്കിൽ ഒരു വീഡിയോ ആക്കാന്നുള്ള ഒരു കൺസെപ്റ്റ് മാത്രമാണ്. പക്ഷെ നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കട്ടിംഗ് ലിസ്റ്റ്, മെഷീൻ ഓപ്പറേറ്റിംഗ്, അതായത് നമ്മൾ ഒരു വർക്ക് ചെയ്യുന്നത് നമ്മളെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്ന ആ ഒരു ലെവലിലേക്ക് നമ്മുടെ ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരു കഴിഞ്ഞ ഇപ്പോഴത്തെ ബാച്ചിലർ സ്റ്റുഡൻസിന് നമ്മളൊരു സൈറ്റ് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫാക്ടറിയിലും പിന്നെ നമ്മുടെ കളമശ്ശേരി ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഒരു ഫാക്ടറിയിലും കൊടുത്തായിരുന്നു. അപ്പൊ അവിടെ ഏതൊക്കെ മെഷീൻസുകളാണ് പെട്ടെന്ന്? അവിടെ ബീംസോ മെഷീൻസ്, CNC മെഷീൻസ്, പിന്നെ പാനൽസോ, അങ്ങനെ ഒരുപാട് മെഷീൻസ് ഉണ്ട്. ഇതെല്ലാം മുമ്പത്തെ വെച്ച് കഴിഞ്ഞാൽ മാനുവലി ആയിരുന്നു ചെയ്തോണ്ടിരുന്നത്. ഇതെല്ലാം ഓട്ടോമേറ്റഡ് ആണ്. നമ്മൾ പല സോഫ്റ്റ്വെയർസ് അല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഏതൊക്കെ സോഫ്റ്റ്വെയർസ് ആണ് നമുക്ക് മെയിൻ ആയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്നത്? മാക്സ് കട്ട് യൂസ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഇൻഫർനിയ, നമുക്ക് സ്കെച്ചപ്പ് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. കട്ടിംഗ് ലിസ്റ്റ്, അതായത് 2D ഡ്രാഫ്റ്റ്സ്മാൻ കട്ടിംഗ് ലിസ്റ്റ് ആ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് കിട്ടുന്നത്. വാർഡ്രോബ് ഡിസൈൻ ചെയ്യാനുള്ള അതിന്റെ ഒരു ഇമേജ് മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ അത് പണിയണമെന്നുണ്ടെങ്കിൽ അതിന്റെ മെറ്റീരിയൽസ്, ഏത് മെറ്റീരിയൽ യൂസ് ചെയ്യണം, അതിന്റെ പുറത്തൊട്ടിക്കുന്ന ലാമിനേറ്റ്സ് എത്ര ലെങ്ത്തിൽ കട്ട് ചെയ്യണം, അതിന്റെ എഡ്ജ് ബാൻഡുകൾ, അങ്ങനെയുള്ള എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് മെഷീനിലേക്ക് എക്സിക്യൂട്ട് ചെയ്യുന്ന രീതിയിലേക്കാണ് നമ്മൾ ക്ലാസ്സസ് വരുന്നത്. അപ്പൊ ഇതിനകത്ത് പിന്നെ നമ്മൾ ഇന്റീരിയർ മെറ്റീരിയൽസുകളും പരിചയപ്പെടുന്നുണ്ട്. ഇവിടെ സാമ്പിൾസ് ഉണ്ട്, MDF, HDF, HDHMR, അതുപോലത്തെ ഇന്റീരിയറിൽ യൂസ് ചെയ്യുന്ന ഒരാൾ എടുത്തോണ്ട് വരാം. ഓക്കെ, ഇതെന്താ കുറച്ച് വുഡൻ പീസുകൾ, വേസ്റ്റ് പീസുകൾ? ഇത് ശരിക്കും നമ്മൾ ഇന്റീരിയർ ഫാക്ടറിയിൽ നിന്ന് കളക്ട് ചെയ്തേക്കുന്നതാണ്. അതായത് നമ്മൾ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് അത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പല ടൈപ്പ് മെറ്റീരിയൽസ് ആണ്. ഇപ്പൊ WPC ഉണ്ട്, MDF, HDF, അങ്ങനെ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. എല്ലാവർക്കും ഇന്റീരിയർ ഡിസൈൻ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ 3D ആക്കാനുള്ള സോഫ്റ്റ്വെയർ മാത്രമാണ് അറിയാവുള്ളൂ. ഈ ഇന്റീരിയർ മെഷീൻ വർക്കുകൾ അതിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ട് ആർക്കും അറിയില്ല. അപ്പൊ അതിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വെബിനാർ സെക്ഷൻ MTTC ഇന്റർനാഷണൽ LLCയുടെ കീഴിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ FBയിൽ ഇട്ടപ്പോഴും പലരും കമന്റ് ചെയ്യേണ്ടായി, വെറുതെ ഇങ്ങനെ ഒരു മോഡൽ ഉണ്ടാക്കിയിട്ട് ഇന്റീരിയർ സ്റ്റുഡൻസിന്. അപ്പൊ എന്തിനാണ് ആക്ച്വലി നമ്മളത് സ്റ്റുഡൻസിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്? ആക്ച്വലി ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് വേറൊരു മോഡൽ നമ്മൾ ചെയ്തേക്കുന്നതല്ല. ഇത് നമ്മൾ ലൈവായിട്ട് ചെയ്തേക്കുന്ന ഒരു പ്രൊജക്ടിന്റെ ഫ്ലോർ പ്ലാൻ നമ്മൾ ഏറ്റവും ആദ്യം താഴെ സ്കെയിൽ ചെയ്ത് ഫസ്റ്റ് ഫ്ലോർ പ്ലാൻ വരച്ചു. എന്നിട്ട് അവിടുന്ന് നമ്മൾ നമ്മുടെ ബേസ്മെന്റ് കൊടുത്തു, ഫൗണ്ടേഷൻസ്, പിന്നെ അതുപോലെ തന്നെ വോള്, വിൻഡോസ് കട്ട് ചെയ്തു. ഇതെല്ലാം നമ്മള് മെഷർമെന്റ്സ് സ്റ്റുഡൻസിനെ കൊണ്ട് തന്നെ മെഷർമെന്റ്സ് എടുപ്പിച്ചിട്ട് ചെയ്തേക്കുന്നതാണ്. സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലൈവായിട്ട് സ്റ്റുഡൻസിനെ കൊണ്ട് ചെയ്യിച്ചേക്കുന്നതാണ്. ഇത് ശരിക്കും ചെയ്യുന്നതുകൊണ്ട് മോഡലിംഗ് മാത്രമല്ല, നമ്മുടെ സ്റ്റുഡൻസിന് മെഷീൻ സ്കില്ലും കൂടി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി. നമ്മളാണെങ്കിലും പല ജോബ് ഇന്റർവ്യൂസിലും ഇന്റീരിയർ കഴിഞ്ഞ അത് 1 lakh above കോസ്റ്റ് വരുന്ന ഇന്റീരിയർ കോഴ്സ് കഴിഞ്ഞ സ്റ്റുഡൻസ് വരുമ്പോൾ അവർക്ക് ജസ്റ്റ് മെഷർമെന്റ്സ് എടുക്കാൻ പോലും അറിയില്ല. അതുപോലെ തന്നെ കട്ടിംഗ് ലിസ്റ്റ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ മിക്കവാറും ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ കട്ടിംഗ് ലിസ്റ്റ് ഒന്നും പഠിപ്പിക്കുന്നില്ല. അത് കട്ടിംഗ് ലിസ്റ്റ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ കേൾക്കുന്നത് തന്നെ നമ്മുടെ അടുത്ത് ഇന്റർവ്യൂവിന് വരുമ്പോഴാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഇന്റീരിയർ കോഴ്സാണ്. അപ്പൊ ഇത് നിങ്ങൾ വേറെ ഒരു സ്ഥലത്തൊന്നും കേൾക്കാൻ യാതൊരു സാധ്യതയില്ല. അതുകൊണ്ടാണ് ഈ വെബിനാറിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യണമെന്ന് പറയുന്നതും. അപ്പൊ ഈ ഇതിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്റീരിയർ കരിയർ ലൈഫിൽ വലിയൊരു ബ്രേക്ക് ത്രൂ ആയിരിക്കും ഞങ്ങൾക്ക് ഉറപ്പ് വരാൻ പറ്റും. അപ്പൊ ഇത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഈ രജിസ്ട്രേഷൻ ഫില്ല് ചെയ്യുക. ഓക്കെ, താങ്ക് യു.